5 വർഷക്കാലം വയനാട്ടിലെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു MP ഉണ്ടായിരുന്നു. അദ്ദേഹം വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്തിട്ടുള്ളതെന്ന് പറയാൻ ഇവിടുത്തെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ബാധ്യസ്ഥരാണ്. ചോദ്യമാണ് എന്ന് പറഞ്ഞാൽ. രണ്ടാമതായിട്ട് ഇദ്ദേഹം പാർലമെന്റിൽ ഇദ്ദേഹത്തിന്റെ ആചരണ എത്രയാണെന്ന് വിശദീകരിക്കണം. ഇദ്ദേഹം പാർലമെന്റിൽ എത്ര ഡിബേറ്റുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്? വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി എന്താണ് ഇദ്ദേഹം ചെയ്തിട്ടുള്ളത്? വയനാട്ടിലെ റെയിൽവേയോ മറ്റുള്ള കാര്യങ്ങളോ ഇല്ല. ഇദ്ദേഹം വരുന്നത് തന്നെ വിരുന്നുകാരനായിട്ടാണ്. മറ്റെന്ത് കാര്യമാണ് ഇദ്ദേഹം ചെയ്തിട്ടുള്ളത്? ശരിയാണ്. രാഹുൽ ഗാന്ധി ദേശീയ തലത്തിൽ അദ്ദേഹത്തിന് ജോലി വേറെ ഉണ്ടെങ്കിൽ കൂടിയും അദ്ദേഹം ഈ മണ്ഡലത്തിന്റെ MP ആണ്. കാര്യങ്ങൾ ചെയ്യണം, ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. ഈ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം മറുപടി പറയാം. ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നു, അത് അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം വരുന്നത് വന്നാൽ തന്നെ പരാജയപ്പെട്ട MP മനസ്സിലാക്കണം. ഇദ്ദേഹം ഇവിടെ വന്നാൽ കടൽ കണ്ട കടലിൽ ചാടും. ചൂണ്ട കിട്ടിയാൽ മീൻ പിടിക്കാൻ പോകും. 3 മണിയായാൽ പരിപ്പോടെ തിന്നാൻ പോകും. 6 മണിയായാൽ കടല പറിക്കാൻ പോകും. ഇതല്ലാതെ വേറൊരു പരിപാടി ഇവിടെ നടന്നിട്ടില്ല. ഇതാണ് ഇത്രയും കാലം നടന്നിട്ടുള്ളത്. വേറെ ഒന്നും നടന്നിട്ടില്ല. നാട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് രാഹുൽ ഗാന്ധി ചെയ്യണമെന്ന് രാഹുൽ ഗാന്ധി ജയിച്ചു പോയാൽ അദ്ദേഹം ഇവിടെ വന്നത് തന്നെ കോൺഗ്രസ്സുകാർ കണ്ടിട്ടല്ല മത്സരിക്കാൻ വന്നത്, കണ്ടിട്ടാണ് വന്നത്. കോൺഗ്രസ്സുകാർ കണ്ടിട്ടല്ല. ചോദ്യത്തിലേ ഉള്ളൂ. ചേട്ടൻ പറഞ്ഞു വന്നപ്പോ കടലിൽ ചാടിയ കഥയൊക്കെ പറഞ്ഞപ്പോ ചേട്ടന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് എനിക്ക് കൃത്യമായി മനസ്സിലായി. അതുകൊണ്ടിലേക്ക് വരുന്നു. നിഷ്പക്ഷനല്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. രണ്ട്, ഇനിയിപ്പോ രാഹുൽ ഗാന്ധി ചെയ്യണമെന്ന് ചേട്ടൻ ആഗ്രഹിച്ച ഒരു കാര്യം ഞാൻ പറയാൻ പറഞ്ഞു. ഇപ്പൊ രാഹുൽ ഗാന്ധി ഇപ്പൊ ബാക്കി എല്ലാ കാര്യങ്ങളും ഇപ്പൊ രാഹുൽ ഗാന്ധി ഇപ്പൊ ചേട്ടൻ പറഞ്ഞു നിലമ്പൂർ റെയിൽവേയുടെ കാര്യം പറഞ്ഞു. റെയിൽവേയുടെ കാര്യത്തിൽ ചേട്ടൻ അറിയുമെന്ന് എനിക്കറിയില്ല. ഈ ശ്രീധരന് ഉമ്മൻചാണ്ടിയുടെ സർക്കാരിന്റെ കാലത്ത് ഈ ശ്രീധരൻ കോഴിക്കോട് ഒരു ഓഫീസ് തുടങ്ങിയിരുന്നു. വയനാട് നെഞ്ചങ്കോട് നിലമ്പൂർ റെയിൽവേയുടെ സർവേ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ആ റെയിൽവേയുടെ ഓഫീസ് ചേട്ടൻ ഇവിടെ നോക്കേണ്ട അതെങ്ങനെയാ പൂട്ടിപ്പോയത് ചേട്ടന് ഓർമ്മയുണ്ടോ? 2 കോടി രൂപ അത് പിന്നീട് വന്ന പിണറായി ഗവൺമെന്റിനോട് ശ്രീധരൻ ചോദിക്കുകയും ആ 2 കോടി രൂപ കൊടുക്കാതിരിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ശ്രീധരൻ റെയിൽവേയുടെ കൺസൾട്ടന്റായ ഓഫീസ് പൂട്ടിപ്പോയത്. അതിന്റെ ഉത്തരവാദിത്തം രാഹുൽ ഗാന്ധിക്കല്ല, അത് പിണറായി വിജയനാണ്. ഇനി ഡേറ്റ് പറയാം. 4/12/2019. ചേട്ടൻ ഡേറ്റ് എഴുതി വെച്ചോളൂ. 4/12/2019 കേരളത്തിൽ നിന്നുള്ള വയനാട്ടിൽ നിന്നുള്ള MP ശ്രീ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൽ പറഞ്ഞത് നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽവേയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നടപടികൾ ആവശ്യമുണ്ട് എന്നുള്ളതാണ്. 4/2/2019 ഈ ചർച്ച ആരംഭിക്കുന്നത്. 4/7/2022 കാലതാമസം പരിശോധിക്കാൻ വേണ്ടി കേന്ദ്ര റെയിൽവേ മന്ത്രി ശ്രീ അശ്വിനി വൈഷ്ണവിന് കത്ത് നൽകി. ഇപ്പം അതിന്റെ നേതൃത്വത്തിൽ DRLC ഫ്രൂട്ട്ഫുൾ എന്തുണ്ടായെന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചർച്ചകളും കത്തെഴുത്തിനപ്പുറം ഇവിടെ യാഥാർത്ഥ്യമായ എന്ത് സംഗതി ഉണ്ടെന്നാണ്. ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ വനം വന്യജീവി പ്രശ്നമുണ്ട്. അതടക്കം ലോക്സഭയിൽ കാര്യം ഉന്നയിച്ചിട്ടേ ഇല്ല രാഹുൽ ഗാന്ധി പറയുന്നത്. ഞാൻ ചേട്ടൻ പറഞ്ഞ റെയിൽവേയുടെ കാര്യം ക്ലാരിറ്റി ഉണ്ടായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പം അതിന്റെ സർവേ നടക്കുന്നുണ്ട്. പ്രശാന്ത് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. വള്ളുവാടി ബത്തേരി ഭാഗത്തുള്ളവർക്ക് സർവേ കാണാം. ചേട്ടൻ കണ്ടോന്ന് എനിക്കറിയില്ല അതെങ്ങനെ സംഭവിച്ചെന്ന് ഞാൻ പറഞ്ഞു. ഇനി ഇന്ത്യൻ പാർലമെന്റിനകത്ത് അദ്ദേഹത്തിന്റെ അറ്റൻഡൻസ് എന്ന് പറഞ്ഞാൽ 52%. ഞാൻ 2 ഡേറ്റ് ചേട്ടനോട് പറയാം. 2023 മാർച്ച് 23. ആ ഡേറ്റ് ചേട്ടൻ എഴുതി വെക്കൂ. 2023 മാർച്ച് 23, 2023 ആഗസ്റ്റ് 7. ഈ മാസത്തിനിടയിൽ 6 മാസത്തെ ഒരു കാലാവധി കാണാം. ഈ 6 മാസം വയനാടിൻ MP ശ്രീ രാഹുൽ ഗാന്ധി MP അല്ലാതായിരുന്നു, അയോഗ്യനായിരുന്നു. അന്ന് ഇന്ത്യൻ പാർലമെന്റ് കൂടുന്നുണ്ട്. അയോഗ്യനായ MP ഇന്ത്യൻ പാർലമെന്റിന് പുറത്ത് നിൽക്കുമ്പോൾ സ്വാഭാവികമായി അറ്റൻഡൻസ് ഉണ്ടാവില്ലല്ലോ. 6 മാസം ഞാൻ പറയട്ടെ, 52% അറ്റൻഡൻസ് എന്ന് ഞാൻ പറഞ്ഞു. 6 മാസം അയോഗ്യനാണ്. അപ്പൊ എന്തായാലും അറ്റൻഡൻസ് അതിൽ വരണമല്ലോ. പിന്നെ അദ്ദേഹം വയനാട് ഈ 100% അറ്റൻഡൻസ് ഉണ്ടാവുക എന്നുള്ളതാണ് MP-യുടെ പ്രവർത്തനം എന്നാണ് ചേട്ടൻ കരുതുന്നത്. അങ്ങനെയാണോ? എനിക്കറിയില്ല. 90% പേരുണ്ട്. 98% ഉള്ളവരുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് 52% അറ്റൻഡൻസ്. പിന്നെ രാഹുൽ ഗാന്ധി ഉദ്ദേശിച്ചത് അദ്ദേഹത്തിന്റെ പ്രവർത്തനമാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം എന്താണ് റെയിൽവേയുടെ കാര്യം പറഞ്ഞു. ഞാൻ അതിന് കൃത്യമായി മറുപടി നൽകി. രാഹുൽ ഗാന്ധി വയനാട്ടിൽ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്? നിങ്ങൾ അത് പറ. വയനാട്ടിൽ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ സമയത്ത് വരുന്നുണ്ട്. ഇവിടുത്തെ ആവശ്യം ഞാൻ ചോദിക്കുന്നത് ഞാൻ തിരിച്ചു ചോദിക്കട്ടെ. ഒരു കാര്യം ചോദിക്കട്ടെ. വയനാട്ടിലെ പോളിനെ ആന കുത്തി കൊന്നു.
അജീഷിനെ ആന കുത്തി കൊന്നു, ആ. പ്രജീഷിനെ കടുവ പിടിച്ചു. ആ. കേരളത്തിൽ ഏതെങ്കിലും ഒരു മന്ത്രി വന്നിട്ടുണ്ടോ ആ വീട്ടില്? രാഹുൽ ഗാന്ധി വന്നിട്ടല്ലേ വീട്ടില് മന്ത്രി വന്നത്? ഏതെങ്കിലും ഒരു മന്ത്രി വന്നിട്ടുണ്ടോ? ഈ വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ കോഴിക്കോട് അങ്ങാടി കൂടി റെയിൽവേ പോയല്ലോ, വന്നോ? ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട ആളല്ല. ഞാൻ പറഞ്ഞതല്ല. വയനാട്ടിലെ ഞാൻ പറഞ്ഞില്ല. ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തങ്കച്ചൻ എന്ന് പറഞ്ഞ ഒരാൾ മരിച്ചപ്പോൾ ഇടതുപക്ഷത്തിന്റെ മന്ത്രി ശശീന്ദ്രൻ വന്നിട്ടുണ്ട് അയാളെ വീട്ടിൽ. എവിടെയാ പുളിഞ്ഞാൽ, വെള്ളമുണ്ട പുളിഞ്ഞാൽ എന്ന് പറഞ്ഞ സ്ഥലം. ഏത് പഞ്ചായത്താ? എവിടെയാ തങ്കച്ചൻ? പുളിഞ്ഞാൽ, വെള്ളമുണ്ട പഞ്ചായത്തിൽ പുളിഞ്ഞാൽ എന്ന് തങ്കച്ചൻ എന്ന് പറയുന്നത് ഫോറസ്റ്റിലെ വാച്ചറായ തങ്കച്ചനിൽ ഉദ്ദേശിച്ചത്. നിങ്ങൾ പറയുന്നു മന്ത്രി ശശീന്ദ്രൻ വന്നു എന്നല്ലേ? അദ്ദേഹത്തിന് എത്ര രൂപ നഷ്ടപരിഹാരം കൊടുത്തിരുന്നു എന്നറിയോ? 5 ലക്ഷം. ബാക്കി 5 ലക്ഷം കൊടുത്ത എന്താണെന്നറിയോ? കൽപ്പറ്റ ഗസ്റ്റ് ഹൗസിൽ രാഹുൽ ഗാന്ധി കലക്ടറെയും DFOയും തങ്കച്ചന്റെ ഭാര്യയും മക്കളെയും വിളിച്ചിരുത്തിയിട്ട് ചർച്ച നടത്തിയിട്ട് 3ാമത്തെ ദിവസമാണ് ബാക്കി പൈസ കൊടുത്ത്. അറിഞ്ഞിരുന്നോ? അത് രാഹുൽ ഗാന്ധി ചെയ്താണ്. തങ്കച്ചൻ, ഞാൻ പറയാ വാച്ചർ അല്ല, ഇനിയും പറയാ ലക്ഷ്മണൻ, തങ്കച്ചൻ, അജീഷ്, പോള്. ഇനി അവസാനത്തെ കാര്യം പറയാ. ഈ അവസാനം വലിയൊരു വലിയ പ്രതിഷേധം ഉണ്ടായി ഇല്ലേ? വലിയ സമരം, വയനാട് കണ്ട ഏറ്റവും വലിയ സമരം. അന്ന് രാഹുൽ ഗാന്ധി വന്നു, ഈ വീടുകളിൽ പോയി. പോളിന്റെ വീട്ടിൽ പോയപ്പോൾ രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടത് എന്താ? പോളിന്റെ കുടുംബം വീടിന്റെ പണി പൂർത്തിയാക്കണം. ഞാൻ ആ ഫോട്ടോ ഇവിടെ കാണിച്ചു തരാം. ആ വീടിന്റെ പണി ഇന്നലെ മുഴുവൻ വീടിന്റെ പണി പൂർത്തിയാക്കി. നേരത്തെ പ്രശാന്ത് ഒരു കാര്യം പറഞ്ഞു, ഈ വയനാട്ടിൽ നീറുന്ന പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിക്കണമെന്ന്. കർണാടക സർക്കാർ അജീഷിന്റെ കുടുംബത്തിന് കൊടുത്ത 15 ലക്ഷം രൂപ മുടക്കിയ പാർട്ടിയാണ് BJP എന്ന് പറയുന്ന പാർട്ടി. നിങ്ങളാണ് മുടക്കിയത്, വേറെ ആരുമല്ല. ഇനി പ്രജീഷിന്റെ വീട്ടിൽ പോയി അവിടെ റോഡ് നന്നാക്കണം എന്ന് പറഞ്ഞു 38 ലക്ഷം രൂപ കൊടുത്തില്ലേ? അപ്പൊ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിക്ക് ദേശീയ തലത്തിൽ ജോലിയുണ്ട് എന്ന് പറഞ്ഞാൽ ഭാരത് ജോഡോ യാത്ര അടക്കം അത് മോദിക്കെതിരെ അപ്പോ ഭാരത് ജോഡോ യാത്ര അടക്കം നരേന്ദ്രമോദിക്കെതിരെയായിരുന്നു, അല്ലെങ്കിൽ സ്നേഹത്തിന്റെ കടതുറക്കൽ, വെറുപ്പിന്റെ രാഷ്ട്രീയത്തിനെതിരായിരുന്നു. രാഷ്ട്രീയം പറഞ്ഞ യാത്രയായിരുന്നു അത്. അപ്പോ ആ രാഷ്ട്രീയമാണത് രാഹുൽ ഗാന്ധി ഇവിടെ എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്ന ചോദ്യം രാഷ്ട്രീയ ചോദ്യമാണോ? ചോദ്യമല്ല, ജനങ്ങളുടെ മനസ്സിൽ നിന്ന് വരുന്ന ചോദ്യമാണത്. ഒരു MP എന്ന നിലക്ക് അദ്ദേഹം മണ്ഡലത്തിൽ ഉണ്ടാവുക, എല്ലാ ദിവസവും ഉണ്ടാവണമെന്നും ഞങ്ങൾ പറയുന്നില്ല. ദേശീയ നേതാവെന്നുള്ള പരിഗണന ഞങ്ങൾ നൽകുന്നുണ്ട്, ആ ബഹുമാനം ഞങ്ങൾക്കൊക്കെ ഉണ്ട്. പക്ഷേ ഒരു ദേശീയ നേതാവ് എന്ന നിലക്ക് വയനാടിന്റെ പ്രശ്നങ്ങൾ ഉന്നയിക്കാനും അത് പരിഹരിക്കാനും ഒരു നടപടിയും അദ്ദേഹം പാർലമെന്ററി പ്രവർത്തനത്തിൽ അങ്ങേയറ്റത് പരാജയമാണ്. അമേത്തിയിൽ തോറ്റ തന്നെ അതിന്റെ ഭാഗമായിട്ടാണ്. തെരഞ്ഞെടുക്കപ്പെട്ട പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കൂല. പാർലമെന്റ് ഡൽഹിയിലാണല്ലോ, അവിടെ പോകുന്നതിന് എന്താ അത്ര വലിയ വിഷയം? അവിടെ 6 മാസക്കാലത്തേക്കുള്ള അയോഗ്യത, ആ അയോഗ്യതയെ എതിർത്ത് അയോഗ്യത തെറ്റായ രീതിയിലാണ് BJPയുടെ ഗവൺമെന്റ് നടപ്പിലാക്കിയെന്ന് പറഞ്ഞവരാ ഞങ്ങളും. പക്ഷേ വയനാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണ്ടേ? അതിന് MP എന്ന നിലയ്ക്ക് മുഖ്യമന്ത്രിക്ക് എങ്ങനെ കത്തയച്ചാൽ മതിയോ? അതാണ് അദ്ദേഹം ചെയ്യുന്ന ഒരു ജോലി. അദ്ദേഹം ആ രംഗത്ത് പൂർണ്ണ പരാജയമാണ്. ഒരു ദേശീയ നേതാവ് എന്ന നിലക്ക് അദ്ദേഹം പറയുന്നതിന് വലിയ വിലയുണ്ടാവും. ഞാൻ നിങ്ങൾ പിന്നെ വലിയ വിലയുണ്ടാവും. അതൊന്നും അദ്ദേഹം ചെയ്തില്ല നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇപ്പം ഞാൻ പറയാം, വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു. മന്ത്രിമാരൊക്കെ എല്ലാവരും വന്നു പോയിട്ടുണ്ട്. ആരാദ്യം വന്നു, ആര് പുറകെ വന്നു എന്നുള്ള ചർച്ച ചെയ്യേണ്ട. എല്ലാ മന്ത്രിമാരും, കേരളത്തിലെ മന്ത്രിമാരും 3 കോഴിക്കോടുള്ള AK ശശീന്ദ്രനേക്കാൾ ദൂരത്ത് വയനാടിന്റെ MP വന്നിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലെ ഗവൺമെന്റ് ഈ പൈസ സംസ്ഥാന ഗവൺമെന്റ് ആണ് മുഴുവൻ പൈസയും കൊടുത്തിരിക്കുന്നത്. അത് MP എന്ന നിലയ്ക്ക് അദ്ദേഹം പറയാൻ ബാധ്യസ്ഥനാണ്. അത് വലിയ ആനക്കാരിയായിട്ട് പറയണ്ട, അത് ബാധ്യസ്ഥനാണ്. MLAക്കും പറയാനുള്ള ബാധ്യതയുണ്ട്. ഏത് MLA എന്നല്ല നോക്കുക, MP-യുടെ ചുമതലയല്ലോ പറയാന്നുള്ളത്. അങ്ങനെ പറയുന്നതിനും അദ്ദേഹം രാവിലെ വന്നു, വൈകുന്നേരം തിരിച്ചുപോയി. ഈ 23 തവണയാണ് വയനാട്ടിൽ വന്നത്. 5 കൊല്ലത്തിനിടയ്ക്ക് 23 തവണയാണ് വന്നിരിക്കുന്നത്. അല്ല, അത് ഇത് തന്നെ അമേത്തിയിൽ ഇത്രയും പോയിട്ടുണ്ടാവില്ല. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇവരെല്ലാം നിർബന്ധിക്കുന്നതുകൊണ്ട് രക്ഷയില്ലാന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ചോണ്ട് അവസാനത്തെ കാര്യം ഞാൻ പറയാം. അവസാനം വന്നു എന്ന് പറഞ്ഞ കാര്യത്തിന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഞങ്ങൾ ഇദ്ദേഹം വരുന്നത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ എല്ലാ കാര്യത്തിനും ഹെലികോപ്റ്ററിൽ സഞ്ചരിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് വരാത്തതെന്ന് ചോദിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് UDF നേതാക്കളൊക്കെ ഇടപെട്ടിട്ട് ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ പ്രയാസമാണ് പറഞ്ഞു വരുന്നത്.